മുഖ്യമന്ത്രിയുടെ ശുപാർശയില്ലാതെ മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിയെ പുറത്താക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്ന് സുപ്രീം കോടതി. തമിഴ്നാട്ടിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന മന്ത്രി സെന്തിൽ ബാലാജി നീക്കണമെന്ന ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകും. ബാലഗോപാൽ, എന്തൊക്കെയാണ് കോടതി ഇക്കാര്യങ്ങളിൽ പറഞ്ഞത്? സുപ്രീം കോടതി ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത്, ഭരണഘടനയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്, ഈ മുഖ്യമന്ത്രിയുടെ ശുപാർശയില്ലാതെ ഗവർണർക്ക് സ്വമേധ അല്ലെങ്കിൽ ഗവർണർക്ക് നേരിട്ട് ഒരു മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് ഇന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഈ സെന്തിൽ ബാലാജിക്കെതിരെ ED കേസുണ്ടാകുകയും തുടർന്ന് അദ്ദേഹത്തെ ED കസ്റ്റഡി എടുക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ തമിഴ്നാട് ഗവർണർ അത് ഈ സെന്തിൽ ബാലാജിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടൊരു ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ പിന്നീട് ഇത് ഉത്തരവ് വിവാദമായ പശ്ചാത്തലത്തിൽ ആ ഉത്തരവ് പിൻവലിച്ചുകൊണ്ടൊരു അറിയിപ്പും രാജ്ഭവൻ പുറത്തിറക്കുകയും ചെയ്തിരുന്നു. ഈ രണ്ടാമത്, അതായത് ആദ്യ ഉത്തരവ് പിൻവലിച്ചുകൊണ്ടുള്ള അറിയിപ്പ് ചോദ്യം ചെയ്തുകൊണ്ടാണ് നേരത്തെ മദ്രാസ് ഹൈക്കോടതിയിലും ഇപ്പോൾ സുപ്രീം കോടതിയിലും രാഷ്ട്രീയ പ്രവർത്തകനായ ML രവി എന്ന വ്യക്തി സമീപിച്ചത്. മദ്രാസ് ഹൈക്കോടതി നേരത്തെ ഈ ഹർജി തള്ളിയിരുന്നു. ഇതിനെതിരായിട്ടുള്ള ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നത്. സുപ്രീം കോടതിയിൽ ജസ്റ്റിസുമാരായ അഭയ് ഒക്കെയും അതുപോലെ തന്നെ ഉജ്ജൽ ഭയാനും അടങ്ങുന്ന ബെഞ്ചും വ്യക്തമാക്കിയത്, ഇക്കാര്യത്തിൽ ഗവർണർക്ക് നേരിട്ടൊരു തീരുമാനം എടുക്കാൻ വേണ്ടി കഴിയില്ല എന്നതാണ്. ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്, മന്ത്രിസഭയിൽ നിന്ന് ഏതെങ്കിലും മന്ത്രിയെ പുറത്താക്കണമെങ്കിൽ അതിന് മുഖ്യമന്ത്രിയുടെ ശുപാർശ അനിവാര്യമാണ്. സെന്തിൽ ബാലാജിയുടെ കേസിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ശുപാർശ ഇല്ലാത്ത സാഹചര്യത്തിൽ ഗവർണർക്ക് അക്കാര്യത്തിൽ സ്വമേധയാ തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് ഇന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ ML രവി നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളുകയും ചെയ്തു. ശരി, സെന്തിൽ ബാലാജിയുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഇപ്പോൾ ജനുവരി 11 വരെ കോടതി നീട്ടുകയും ചെയ്തിരുന്നു. ബി ബാലഗോപാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളും യോജിക്കാനുള്ള അവസാന അവസരമായി ഭാരത് ജോഡോ ന്യായ് യാത്രയെ മാറ്റാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. എന്നാൽ പ്രാദേശികമായ സമ്മർദ്ദങ്ങൾ ശക്തമാകുന്നതിനിടെ ഏതൊക്കെ സഖ്യകക്ഷികൾ രണ്ടാം ജോഡോ യാത്രയോട് മുഖം തിരിക്കുമെന്നതും ഏറെ നിർണായകമാണ്.